ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, നമുക്ക് പിന്നെയും ആയുസ്സോടെ ആരോഗ്യത്തോടെ ഒരു ദിവസം കൂടെ ഈ ഭൂമിയിൽ ജീവനോടെ നിലനിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിന് നമുക്ക് നന്ദി പറയാം. ജീവിതത്തിൽ ഉയർത്തപ്പെടണം, അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാവുകയില്ല. എല്ലാ മനുഷ്യരുടെ ആഗ്രഹം ഒരു ഉയർച്ച, ഒരു അനുഗ്രഹം ലഭിക്കണമെന്നാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇനിയും കേരളത്തിലെ ഇലക്ഷൻ കാലഘട്ടമാണ്. ഈ സമയത്ത് ഇപ്പോഴേ വ്യത്യസ്ത പാർട്ടിക്കാർ അവരവരുടെ വിജയസാധ്യതയ്ക്ക് ഏറ്റവും മുൻതൂക്കമുള്ള സ്ഥാനാർത്ഥികളെ തിരക്കി ഇറങ്ങിക്കഴിഞ്ഞു. സീറ്റുകൾ കുറവും സീറ്റ് ആഗ്രഹിക്കുന്നവർ കൂടുതലുമാണ്. എങ്ങനെയെങ്കിലും ഒന്ന് MLA ആയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. നേരത്തെ MLA ആയിരുന്നവർ ഇപ്രാവശ്യം ജയിച്ചാൽ മന്ത്രിയാകാം എന്നുള്ള വ്യാമോഹം അവരുടെ ഉള്ളിലുണ്ട്. അത് സ്വാഭാവികമാണ്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, അതിനൊന്നും ഒരു പരിധിയുമില്ല. 1 കിട്ടുമ്പോൾ 10, 10 കിട്ടുമ്പോൾ 100, 100 കിട്ടുമ്പോൾ 1000, 1000 കിട്ടുമ്പോൾ 10000, 10000 കിട്ടുമ്പോൾ ലക്ഷം, ലക്ഷം കിട്ടുമ്പോൾ 10 ലക്ഷം, 10 ലക്ഷം കിട്ടുമ്പോൾ കോടി, പിന്നെ കോടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. മനുഷ്യൻ്റെ ആഗ്രഹം അവനെ ഇങ്ങനെ ഓരോന്നിനും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഇതാ, ദൈവം ഒരുവനെ ഉയർത്തിയാൽ അതിന് ഒരു സ്ഥിരതയുണ്ടായിരിക്കും. രാഷ്ട്രീയ പാർട്ടികളുടെ ഉയർച്ചയും താഴ്ചയുമൊക്കെ നമുക്കറിയാം. ഒരുവനെ എങ്ങനെയെങ്കിലും കാലിൽ പിടിച്ച് താഴെയിടാൻ പറ്റുമെങ്കിൽ, പാര വയ്ക്കാൻ കഴിയുമെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുന്ന ആളുകളാണ് കൂടുതലും. എന്നാൽ ദൈവം ഒരു മനുഷ്യനെ ഉയർത്തിയാൽ അത് ഏറ്റവും ഉന്നതമായ നിലയിലായിരിക്കുമെന്ന് പത്രോസ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് നമ്മോട് പറയുന്നു. അതായത് പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. അതുകൊണ്ട് തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. ദൈവത്തിൻ്റെ കൈക്കീഴിൽ താണിരുന്നാൽ ഉയർച്ച വരുമോ? ഒരു പ്രസക്തമായ ചോദ്യമാണ്. പത്രോസ് ഒരു സാധാരണ മുക്കുവനായിരുന്നു. മുക്കുവനായിരുന്ന പത്രോസിനെയാണ് കർത്താവ് തിരഞ്ഞെടുത്ത് അപ്പോസ്തോലന്മാരിൽ ഒന്നാമനാക്കി മാറ്റിയത്. അവിടെ കർത്താവ് വിദ്യാഭ്യാസമോ കുടുംബമഹിമയോ തൻ്റെ മറ്റുള്ള ഏതെങ്കിലും ക്വാളിറ്റീസോ ക്വാളിഫിക്കേഷൻസോ ഒന്നും കർത്താവ് നോക്കിയില്ല. കർത്താവിന് ബോധ്യമായി പത്രോസ് നല്ലവനാണ്, ദൈവത്തിൻ്റെ സഭയ്ക്ക്, ദൈവരാജ്യത്തിന് വേണ്ടി മുതൽക്കൂട്ടായി തീരും എന്ന് വിചാരിച്ചുകൊണ്ട് പത്രോസിനെ കർത്താവ് 1-ാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അതിനർത്ഥം മറ്റുള്ളവരെ തഴഞ്ഞുവെന്നല്ല. അവർക്കെല്ലാവർക്കും അർഹമായ സ്ഥാനങ്ങൾ കർത്താവ് നൽകി അവരെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യും. ഇപ്പോൾ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ പരിമിതമാണെന്ന് നമുക്കറിയാം. ആവശ്യക്കാർ ഏറെ ഉണ്ട് താനും. എന്നാൽ ദൈവരാജ്യത്തിൽ അങ്ങനെയല്ല. സീറ്റുകൾ ധാരാളമുണ്ട്, ആളുകളുടെ എണ്ണം കുറവാണ് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ചില
യോഗ്യത മാനദണ്ഡങ്ങളുണ്ട്. അത് കോടികൾ ചെലവാക്കി വാങ്ങിക്കുവാൻ സാധിക്കുന്നതല്ല. 1 രൂപ പോലും ചെലവിടാതെ അർഹതയുള്ള ആർക്കും ദൈവരാജ്യത്തിൽ ഒരു സ്ഥാനം ഉറപ്പാക്കുവാൻ സാധിക്കും. അവിടെ മറ്റുള്ള യാതൊരു വിധമായ മാനദണ്ഡങ്ങളും കർത്താവ് നോക്കുന്നില്ല. വിശ്വസ്തത അനിവാര്യമാണ്. വിശ്വാസം അനിവാര്യമാണ്. അനുസരണവും അനിവാര്യമാണ്. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ സാധിച്ചുവെങ്കിൽ നിശ്ചയമായും ധാരാളം ആദരവുകൾ സ്വർഗരാജ്യത്തിൽ വെച്ച് ലഭിക്കുവാൻ ഇടയായിത്തീരും. നല്ല കാര്യങ്ങൾ ചെയ്ത ഏവരെയും കർത്താവ് ആദരിക്കും. അവിടെ ദൈവത്തിന് മുഖപക്ഷമില്ല. ചെറിയവനെന്നും വലിയവനെന്നും ഒന്നുമില്ല. ഏത് സഭയെന്നുള്ള വ്യത്യാസവും കർത്താവിനില്ല. സഭയുടെ നേതാവായിരുന്നു അല്ലെങ്കിൽ താഴെയുള്ളൊരു വിശ്വാസിയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കർത്താവിനില്ല. ഞങ്ങളുടെ സഭ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്നും ആർക്കും പറയുവാൻ സാധ്യമല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ അവരെല്ലാവരും ദൈവരാജ്യത്തിൽ കാണും. വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ. അവനവൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല പ്രവൃത്തികൾക്കനുസരിച്ച് നിശ്ചയമായും അവിടെ വെച്ച് ദൈവം ആദരിക്കും. ദൈവരാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്തവർക്കും പ്രതിഫലം ഉണ്ടായിരിക്കും എന്നാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. കർത്താവും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ദൈവത്തോട് വിധേയത്വം കാണിച്ചിട്ടുള്ളവരെ ദൈവം ആദരിക്കും. നമുക്ക് ദൈവരാജ്യത്തിലെത്തുവാനുള്ള ആഗ്രഹമാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളോ പദവികളോ അംഗീകാരങ്ങളോ ഒന്നും കണക്കിടാതെ അതിൻ്റെ പുറകെ പോകാതെ നമുക്ക് ദൈവത്താൽ ആദരിക്കപ്പെടുന്ന ഒരു നല്ല ഭാഗ്യകരമായ അവസ്ഥ ഇപ്പോഴും ശേഷിക്കുന്നുണ്ട്. അതിന് ഏത് ജാതിയിൽപ്പെട്ടവരാണെന്നോ ഏത് മതത്തിൽപ്പെട്ടവരാണെന്നോ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ലിംഗവ്യത്യാസമില്ലാതെ ഏവരെയും ഒരുപോലെ സ്വീകരിച്ച് ദൈവരാജ്യത്തിൽ കൈക്കൊള്ളുവാൻ ദൈവത്തിന് മനസ്സാണ്. സ്തോത്രം. ഈ ദിവസം MLA ആയി, മന്ത്രിയായി, മുഖ്യമന്ത്രിയായി കസേരകൾ പിടിച്ചുപറ്റുവാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാരെ പോലെ ആകാതെ ഏത് വിധേനയും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവരാജ്യത്തിലെത്തി സൂര്യനെ പോലെ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കുവാൻ നമുക്കെല്ലാവർക്കും അവസരമുണ്ട്. നമുക്കതിനുവേണ്ടി പരിശ്രമിക്കാം പ്രിയപ്പെട്ടവരെ. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇവിടെ ലഭിക്കുന്നതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ നമുക്ക് ലഭിക്കുന്നത് നിത്യമായ അനുഗ്രഹങ്ങളാണ്. സ്തോത്രം. ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ. മുക്കുവനായിരുന്ന പത്രോസിനെ അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനാക്കി കർത്താവ് മാറ്റിയെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ദൈവം വിനിയോഗിച്ചെങ്കിൽ നമ്മയും കർത്താവ് ആദരിക്കും, നമ്മയും കർത്താവ് മാനിക്കും. അതിനുവേണ്ടി നമുക്ക് ഉത്സാഹിക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.